സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകർ, നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. மெய்யெழுத்து நான் போடும் கையெழுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிறகே மயிலிறகே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் ഇവിടെ വന്ന് അവനും ഇനി ഈ വീടും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുമോ? കർത്താവേ, ഇനി അവനെങ്ങാനും തന്നെ ദേവമ്മയുടെ മക്കളിൽ ഒരുത്തൻ. അങ്ങനെയെങ്കിലാണെങ്കിൽ തീർന്നു. ഞാൻ ഇനി എങ്ങനെ ചെറുക്കനെ മൂത്ത് നോക്കും? അങ്ങനെ ആവാൻ വഴിയില്ല. അവന്മാർ ചിലപ്പോൾ വിളിച്ചു വരുത്തിയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനവൻ മുതലാടി എൻ്റെ മുറിക്കകത്തോട്ട് വന്ന്. എന്താണ് മോനെ, വല്ലാത്ത ആലോചനയാണല്ലോ. ആദ്യമേ സോറി ആദോസേ, നീ ഓക്കെ അല്ലേ? ദേ ഇന്ദ്ര, വെറുപ്പിക്കാൻ പറ്റിയ അവസരമല്ല ഇത്, പ്ലീസ്. എടാ, ഞാൻ ഉമ്മമ്മച്ചില്ലേ ചെറുക്കൻ, ആ ചെറുക്കൻ ഇപ്പം എൻ്റെ മുറിക്കകത്ത് വന്നായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയി. എടാ, അവന് നമ്മളായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഞാൻ കണ്ടായിരുന്നു, അവൻ വാണം വിട്ട പോലെ പോകുന്നു. ഞാൻ അതും കൂടെ ചോദിക്കാനാ വന്ന. എന്താ അവ ഇവിടെ? അല്ലെ, ഈ കോളേജിൽ പരിസരം മറന്ന് ചുംബിച്ചതാണല്ലോ, എന്നിട്ട് ഇവിടെയും എന്തായിരുന്നു രണ്ടിന്റെ ഉദ്ദേശം? എന്റെ പൊന്നിന്ദ്ര, നീ എന്റെ വായിന്ന് വല്ലം കേൾക്കും കേട്ടാ. അല്ലെ മനുഷ്യൻ, എടാ പരിസരം മറന്നെന്ന് പറയല്ലേ. എടാ നീ അതിനെ ഓർമ്മിപ്പിക്കല്ലേ. എടാ എനിക്കറിഞ്ഞൂടാ, അവൻ എന്തോ ഈ മതിലും ചാടി തുറന്നിട്ടെങ്കിൽ ജനലും തുറന്ന് വെച്ചുകൊണ്ട് കയറി വന്ന് എൻ്റെ വായിൽ പൊത്തി പിടിച്ച് മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതോ ഇറങ്ങി അങ്ങ് പോയി. എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. നീ എന്താ ഇവിടെ ചോദിച്ചു പറഞ്ഞ് ഇത് എൻ്റെ വീടാന്ന് പറഞ്ഞിട്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചത്. നിനക്ക് അറിയാമെങ്കിൽ പറ, ഇല്ലെങ്കിൽ ശവത്തിൽ കുത്താതെ ഇറങ്ങി പോടാ പുല്ലേ. ഓ, ഞാൻ ഇനി ആരെയും ശവത്തിൽ കുത്തിന്നും പറഞ്ഞ് കിടന്ന് കയറ് പൊട്ടിക്കണ്ട. നീ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. ദേവമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? ഇവനെ അങ്ങ് കൊന്നാലോ? അല്ലെങ്കിൽ വേണ്ട. ഞാൻ കേട്ടിട്ടില്ല. എടാ പുല്ലേ, ഞാൻ അവരെ കുറിച്ച് കേൾക്കാതിരിക്കോളോ? പറ, എന്താ ദേവമ്മയ്ക്ക്? എന്താ? ദേവമ്മയ്ക്കൊന്നുമില്ല, ദേവമ്മ സേഫാണ്. ഈ ദേവമ്മ എന്ന് കേട്ടിട്ടുണ്ടല്ലോ നീ? അവർക്ക് 3 മക്കളുള്ള കാര്യം നിനക്കറിയാലോ. ഒന്നാമത്തത് കാശിനാഥ് ശിവപ്രസാദ്, രണ്ടാമത്തത് അങ്കിത് ശിവപ്രസാദ്, മൂന്നാമത്തത് കാളിദാസ് ശിവപ്രസാദ്. ഇതില് മൂത്ത മകനുണ്ടല്ലോ കാശിനാഥ് ശിവപ്രസാദും കാളിദാസ് ശിവപ്രസാദ്, അതായത് ലാസ്റ്റത്തെ മകനും ഇപ്പോ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ളവനാണ് ഇവിടെ ഇല്ലാത്തത്. ഇതിൽ മൂത്തവനെയാണ് നീ ഇന്ന് കയറി ഉമ്മിച്ചത്, കേട്ടോ? വാവ്, ശുഭം, സംതൃപ്തി, അടിയന്തരോന്മയം, വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ. ഇനി എനിക്ക് ചത്താ മതി. യു മീൻ ഇപ്പം ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയ തീക്കട്ട പിടിച്ച സാധനമാണോ കാശിനാഥ്? അതായത് ദേവമ്മയുടെ മൂത്ത മകൻ, ആ പണ്ട് നിക്കറിട്ടുണ്ടെന്ന് ചെറുക്കൻ. ഓ, പണ്ടവന്റെ നിക്കറി മാത്രമേ നോക്കത്തുള്ളൂ തോന്നുന്നുണ്ടല്ലോ. അല്ല, നീ എന്തിനാ അത് എടുത്തു ചോദിച്ചേ? എന്താ നീ നിക്കറിടത്തില്ലായിരുന്നു? ഞങ്ങളെല്ലാരും നിക്കറി തന്നെ കൊണ്ടിട്ടോണ്ട് നടക്കുന്നത്. അതെ, താഴോട്ട് വാ, മുത്തശ്ശൻ വിളിക്കുന്നുണ്ട് ചായ കുടിക്കാനായിട്ട്. വരാൻ നോക്ക്. ബെസ്റ്റ് ഫ്രണ്ടായ ഇങ്ങനെ വേണം. എന്താണ് സിറ്റുവേഷൻ എന്ന് പോലും അറിയാതെ ഊക്കുന്നവൻ, ആത്മാർത്ഥ സുഹൃത്ത്.
ഇനി ദേവച്ചൻ എന്തൊക്കെയാണോ മനസ്സിൽ കണ്ടിട്ട് വന്നേക്കുന്നത് കർത്താവിനറിയാം. മുത്തശ്ശൻ പറഞ്ഞു വെച്ച് നോക്കുമ്പം ഞാൻ എല്ലാത്തിനും പോയി വിളിച്ചു. പോണോ? പോണ്ടേ? അവൻ്റെ റൂമിലോട്ട് പോണോ? അച്ഛൻ പറഞ്ഞു വെച്ച് പോയേ പറ്റൂ. പോയി നോക്കാം. ഇത് ഇവിടെ പോയി റൂമിൽ കാണേണ്ടതാണല്ലോ. നോക്കാം. നിന്നെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ മോനെ. കിച്ചു, താനെന്താണ് ഇവിടെ? അതെന്താ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വന്നതാ, അല്ല നിന്നെ കാണാൻ വന്നതല്ല. ഫ്രണ്ടോ? ആര്? കിച്ചുവോ? അല്ല, എൻ്റെ അറിവിൽ ഈ റൂം കൊടുത്ത കിച്ചുവിനാണ് അതാ ഫ്രണ്ടെന്ന് വിശേഷിപ്പിച്ചതെങ്കിൽ നോ വേ. അവ അങ്ങനെ ആരോടും മിണ്ടാറ് പോലും ഇല്ല. പിന്നെയാണ് തൻ്റെ ഫ്രണ്ട്. ഓ അങ്ങനെയാണോ? എന്നാ ബോയ് ഫ്രണ്ട് പോരെ. ഫ്രണ്ടിനോടല്ലേ മിണ്ടാതേ ഉള്ളൂ. മാറുന്നില്ലടാ ചേർക്കാൻ അങ്ങോട്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ ആദമിനോട് എടുക്കുന്ന അതേ വിളച്ചിലും കൊണ്ട് എന്നോട് വരണ്ട കേട്ടല്ലോ. കാശിനാഥേ. ബൈ. താൻ പോളോ. ഓ കൊന്ത്ര പോയി. ഞാനാ റാമിനെ പോയി കാണട്ടെ. അങ്ങേര് കരാണ്ട് കൊടുക്കാനുള്ള. അങ്ങേരെ എന്നെ ഈ പട്ടി സ്ഥലത്ത് കൊണ്ടുവന്നതും ആ പട്ടി കോളേജിൽ കൊണ്ട് ചേർത്തതും. അങ്ങേരെ കണ്ടിട്ട് നിന്നെ ഞാൻ തപ്പിക്കോളാം. എന്നോ എന്താ എവനെന്തൊരു മാറ്റം. ഒറ്റയ്ക്ക് ഇവിടെ എന്ത് ചെയ്യാ? ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് നിന്നതാ. ഓ ആലോചിച്ച് നിന്നതാണോ? സാധാരണ ഇങ്ങനെ ആലോചനയൊന്നും ഇല്ലാത്തയാണല്ലോ. ഇതിന് മാത്രം എന്താ ഈ കുഞ്ഞു തലയിൽ ആലോചിക്കാൻ? അതുകൊണ്ടല്ലോ അവൻ ഇന്നും വന്നില്ല. ഞാൻ അങ്ങോട്ട് പോവാത്തോണ്ടായിരിക്കുമോ അവൻ ഇങ്ങോട്ട് വരാത്തത്? ഇന്ദിരാ, മേ ബി ആയിരിക്കാം. അല്ല, ആരാ വരാത്തെ? അല്ല, നീ അങ്ങോട്ട് പോവാത്തെ? അച്ചുവാ വരാത്തെ. അവനുണ്ടല്ലോ ഇന്ദിര, ഈ കണ്ണുണ്ട്, ഈ മൂക്കുണ്ട്, ഈ ചുണ്ടുണ്ട്. പിന്നെ നീ ചോദിച്ച സാധനം അവനില്ല. പിന്നെ എന്നെപ്പോലെയല്ല, ഭയങ്കര ദേഷ്യമാണ്, എപ്പോഴും വഴക്കുറയും. എന്നാലും എനിക്കവൻ ഒത്തിരി ഇഷ്ടമാണ്. അച്ഛയോട് ചോദിച്ചപ്പോൾ അച്ഛ പറഞ്ഞു അവൻ വരും, അവനൊരുപാട് പഠിക്കാനുണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ ഒരുപാട് ദിവസമായല്ലോ ഇന്ദിര, അവൻ എന്താ വരാത്തെ? എന്നോട് പിണക്കമായിരിക്കും. പണ്ട് പഠിക്കുമ്പോൾ പിണങ്ങിയതാ, പിന്നെ ഇതുവരെ അവൻ എന്നോട് മിണ്ടിയിട്ടില്ല. അതെന്താ ഇന്ദിര അവൻ എന്നോട് മിണ്ടാത്തെ? എന്തിനാ പിണങ്ങിയവൻ നിന്നോട് പണ്ട്? അതെനിക്ക് ഓർമ്മയില്ല, പക്ഷെ മിണ്ടത്തില്ല, അതെനിക്കറിയാം. നീ എന്നെ കളഞ്ഞിട്ട് പോവോ ഇന്ദിര? പോണോ? പോണ്ട. പിന്നുണ്ടല്ലോ, അച്ഛ പറഞ്ഞു ആരോടും അധികം മിണ്ടരുതെന്ന്. നിന്നോട് മിണ്ടുന്ന കണ്ടാൽ ചിലപ്പോൾ അച്ഛ വഴക്ക് പറഞ്ഞാലോ. ഞാൻ പറഞ്ഞു വഴക്ക് പറഞ്ഞാലും ഞാൻ നിന്നോട് മിണ്ടുമെന്ന്. കാരണം നീ ഭയങ്കര പാവമാണ്, അതെനിക്ക് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായേ ഞാൻ പാവാന്ന്? പിന്നൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? നിനക്ക് എന്നെ പോലെ നല്ല ബോൾഡായിട്ട് സംസാരിച്ചൂടെ? ഞാൻ ബോൾഡായിട്ടാണല്ലോ സംസാരിക്കുന്നേ. പിന്നെ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കരുതെന്നും അച്ചു പറഞ്ഞു. ഞാൻ കൊച്ചിതായോണ്ടല്ലേ. എന്നോട് ഇന്ദിരയ്ക്ക് നല്ല സ്നേഹമല്ലേ. എന്നോട് സ്നേഹമുള്ള എല്ലാവരും പാവാ. ഇന്ദിരയ്ക്ക് എന്നെ ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടം. കിച്ചു, ഇത്ര ക്യൂട്ടാവരുത് കേട്ടോ. ഐ മീൻ, പ്രത്യേകിച്ച് എന്നെ പോലൊരാളുടെ മുമ്പിൽ, എസ്പെഷ്യലി ഇങ്ങനൊരു അറ്റ്മോസ്ഫിയർ.
ക്യൂട്ടാവുന്ന ഇഷ്ടമല്ല? ഞാൻ ആവുന്നില്ലല്ലോ. ഞാൻ ക്യൂട്ടാവുന്നതല്ല, അത് താനെ വരുന്നതാ. എന്നോട് കാശിയേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എനിക്ക് താനെ വരുന്നതാ, ഞാനായിട്ട് അഭിനയിക്കുന്നതല്ല എന്ന്. എല്ലാവരും പറയും ഞാൻ അഭിനയിക്കുന്നതെന്ന്. പിന്നുണ്ടല്ലോ, ഇന്ദിരയ്ക്കൊരു കാര്യം അറിയോ? ഞാൻ ആരോടും മിണ്ടാറില്ല. ഞാൻ ഇന്ദിരയോടാണ് ഇങ്ങനെ മിണ്ടുന്നേ. അച്ഛൻ എന്നോട് ചോദിക്കുക അതെന്താ ഞാൻ നിന്നോട് മാത്രം മിണ്ടുന്നേന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടാണ്. നിനക്കും അതുപോലെ എന്നാണ് ഞാൻ അച്ഛനോട് പറഞ്ഞേ. ഇനി അത് കള്ളമൊന്നും ആവരുതേ. നിനക്കെന്നെ ഇഷ്ടമല്ലേ? ആ, എനിക്കിതിനെ ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും നീ ഇങ്ങനെ അഭിനയിക്കുന്നതല്ലല്ലോ? ഞാൻ അപമാനിക്കുന്നൊന്നുമല്ല, അല്ല അഭിനയിക്കുന്നൊന്നുമല്ല. എന്നെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു ഉമ്മ തരുമോ ഇന്ദിര? സീരിയസ്ലി? ആരോട് ചോദിക്കും? ഈ ഉമ്മ തന്നാ എനിക്കിതിനെ ശരിക്കും ഇഷ്ടമാണെന്ന് നീ അങ്ങ് വിചാരിക്കുമോ? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ കിച്ചു. പറഞ്ഞോ. പക്ഷെ ഉമ്മ തരത്തില്ലെന്നാണെങ്കിൽ ഇന്ദിര എൻ്റെ അടുത്ത് അത് പറയണ്ട കേട്ടോ. ഇവൻ എന്നെ വഴി തെറ്റിക്കും. ഉമ്മ തരത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഉമ്മ ഞാൻ തരാം, പക്ഷേ ഞാൻ നിന്നെ കെട്ടട്ടെ. ഐ മീൻ ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ. പിന്നെ ഉമ്മയല്ല, അതിൽ കൂടുതലൊക്കെ ഞാൻ തരാം. പിന്നെ ഈ പറയുന്ന പോലെ എവിടെ വേണോ ഉമ്മ തരാം. എന്തു പറയുന്നു? എന്തിനാ കല്യാണം കഴിക്കുന്നത്? ഒരുപാട് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ദിരയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണോ? അല്ലല്ലോ, ഇന്ദിര എനിക്ക് ഇതുവരെ ഉമ്മ തന്നില്ലല്ലോ. അപ്പം പിന്നെ ഇന്ദിരയ്ക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പം നമ്മൾ കല്യാണം കഴിക്കണ്ട. അങ്ങനല്ല. ഇഷ്ടം ഒരുപാട് ഇഷ്ടം. ഇപ്പം എന്നാ വേണ്ടേ? ഉമ്മയല്ലേ, തരാം. അത് തന്നു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുമല്ലോ. ഉമ്മ തന്ന ഇന്ദിരയുടെ കൂടെ എവിടെ വേണോ കിച്ചു വരും. എവിടെ വേണോ വരും. എപ്പോഴും ഇന്ദിരയുടെ കൂടെ കിച്ചു ആണ്. ഇത് ഞാനാ പറയുന്നത്, സത്യം. അങ്ങനെ എവിടെ വേണോന്നും വരണ്ട, കല്യാണം കഴിച്ചാൽ മതി. ഇപ്പം വേണോ? ഇപ്പം കഴിക്കാം. ഇന്ദിരയ്ക്ക് ഞാൻ എന്തൊക്കെയോ തരാനുള്ളേ. കല്യാണം തരാനുണ്ട്, ഇത് തരണം. പക്ഷെ ഇന്ദിര എനിക്ക് ഒന്നുപോലും തന്നില്ലല്ലോ. ഞാൻ എപ്പോഴും ഉമ്മ ചോദിക്കുക. ഇന്ദിരയ്ക്കറിയോ, ഒരുപാട് ഇഷ്ടമുള്ള അപ്പ എന്നെ ഉമ്മ വയ്ക്കും, ഒരുപാട് ഇഷ്ടമുള്ള അമ്മ എന്നെ ഉമ്മ വയ്ക്കും, അച്ഛൻ എന്നെ ഉമ്മ വയ്ക്കും, പിന്നെ രാമേട്ട ഉമ്മ വയ്ക്കും, പിന്നെ ആരും വയ്ക്കത്തില്ല. ഇപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടം ഇന്ദിരയാണ്. ഇന്ദിര തന്ന ഞാൻ ഇന്ദിരയുടെ കൂടെ വരാം, കല്യാണം തരാം. കല്യാണമൊന്നും തരണ്ട, കല്യാണം കഴിച്ചാൽ മതി. കഴിക്കാമല്ലോ. ഇത് നിന്റെ അഭിനയം അല്ലെങ്കിൽ ഞാൻ ഇത്ര അടുത്ത് വരുമ്പോൾ നീ എന്തിനെങ്കിലും ടെൻസ്ഡ് ആവുന്നേ? ഈ ഇന്ദിരയ്ക്ക് ഒന്നും അറിയില്ല. അഭിനയം അല്ലാത്തതുകൊണ്ടാ ഇന്ദിര എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഇത്രയും ടെൻസ്ഡ് ആവുന്നേ. ഇന്ദിരയ്ക്ക് അറിയില്ലേ, നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ള ആൾ നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ആവുന്നേ. ഇതാര് പറഞ്ഞാന്നല്ലേ ചോദിക്കുന്നേ? അച്ചു പറഞ്ഞതാ. ആഹാ, നിന്റെ അച്ചുകൾ കൊള്ളാലോ. നിനക്ക് കിസ് വേണ്ടേ? വേണം. എവിടെ വേണ്ടേ? നീ പറയുന്നിടത്തൊക്കെ ഞാൻ തരാം. പക്ഷെ ഓൺ കണ്ടീഷൻ, കല്യാണം കഴിക്കണം. കഴിക്കാം. ഇവിടെ ചുണ്ടിൽ തരുമോ? പിന്നെന്താ, തരാലോ.
ഇന്ദ്ര, എന്താ ഇത്? ആ ആ. ഏ ഒന്നുമില്ല. കിച്ചു, ആ നീ ഇവിടെ നിൽക്കായിരുന്നോ? നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയോ? കാശിയേട്ടാ, ഇന്ദ്ര. ഇന്ദ്ര എന്താ? ഇവൻ നിന്നെ വല്ലതും ചെയ്തോ? അതോ നിന്നെ വഴക്ക് പറഞ്ഞോ? പറ, എന്തേലും ചെയ്തോന്ന്. ആ അതുണ്ടല്ലോ ഇവിടെ. ഇവിടെ ഇവിടെ ഒന്നുമില്ല. ഹലോ കിച്ചു. ആ കണ്ടോ, അവരെന്തോ സംസാരിച്ചിരുന്നതാ. കാശി താഴ്ത്തി ചെല്ലാൻ നോക്ക്, കിച്ചിനെ റൂമിലാക്കിയിട്ട്. അച്ഛൻ താഴെ വന്നിരിക്കുക, ഞാൻ അത് പറയാനാ വന്നത്. കാശി പറ്റോ? ഞാൻ ഇന്ദ്രയും ഞാനോട്ടങ്ങ് വന്നേക്കാം. ചെല്ല്. ആ ഞാൻ താഴോട്ട് പോവാ. അതിനു മുമ്പേ എനിക്ക് അങ്ങേരെ ഒന്ന് കാണണം. ആ റാമില്ലേ അങ്ങേരെ കാരണം ഇതെല്ലാം അങ്ങേരെ കണ്ട അങ്ങേർക്ക് 2 എണ്ണം കൊടുക്കണം. പിന്നെ ആ മുറിക്കാത്തോണ്ട വേതാളം ആരാന്നൂടെ ചോദിക്കണം. അങ്ങേരെ കാണാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അങ്ങേരെ റൂമിൽ കാണാനില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇവനത്രയ്ക്ക് വീണ്ടും വന്നത്. എന്നാൽ ഞാൻ പോവാ. അല്ല പിന്നെ തന്നോട് ഇന്ദ്ര അല്ലേ? താൻ എന്താന്നും തൻ്റെ സ്വഭാവം എന്താന്നും ഏകദേശം എനിക്കൊരിതൊക്കെ ഉണ്ട്. റാമേട്ടൻ പറഞ്ഞതും പിന്നെ അമ്മ പറഞ്ഞതും ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ തൻ്റെ കൂടെ പണ്ട് കോളേജിൽ പഠിച്ചൊരു ഫ്രണ്ട് കൊൽക്കത്തയിലാണ്, ഞാൻ PG പഠിച്ച അതേ സ്ഥലത്ത്. അങ്ങനെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് പറയാം, തൻ്റെ വേഷം കെട്ടലോ വേലത്തരോ ഒന്നും എവൻ്റെ അടുത്ത് എടുക്കരുത്. പിന്നെ തനിക്ക് താങ്ങാൻ പറ്റുന്നതിലും വലുതായിരിക്കും തിരിച്ചു കിട്ടാൻ പോകുന്നത്. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് റിക്വസ്റ്റ് അല്ല, വാണിങ്ങാ. ശരി, എന്ന് ഞങ്ങൾ പോവാം. കിച്ചു വാ. എന്തിനാ എന്നെ ചീത്ത പറയുന്ന കാശിയേട്ടാ? എന്തൊരു പാവമാ. ഓ ആയിക്കോട്ടെ, നിന്റെ ഇന്ദ്ര പാവം തന്നെയാ. പോരെ, വാ. കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വാ, റൂമിൽ പോവാം. ഇന്ദ്ര, എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ എന്താ ഇവിടെ കണ്ടത്? നീ എന്തിനാ ചെക്കനെ കിസ് ചെയ്തേ? ഇന്ദ്ര, ഞാൻ വീണ്ടും പറയാം, അവൻ പറഞ്ഞ കാര്യം തന്നെയാ, എന്നാലും പറയാം. എല്ലാത്തിനും ആളും തരവും നോക്കണം. വെറുതെ ആ ഒരു പാവം ചേർക്കനെ വെച്ച് കളിക്കരുത് നീ. പിന്നെ ദേവച്ചനും ദേവമ്മയും തമ്മിലുള്ള പ്രശ്നം വെച്ചിട്ടാണ് നീ കളികളൊക്കെ കളിക്കുന്നെങ്കിൽ ഇന്ദ്ര, നീ ശ്രദ്ധിച്ച് കേട്ടോ. അവർ സഹോദരങ്ങളാണ്. എന്തൊക്കെ പ്രശ്നം വന്നാലും അവരുടെ ഉള്ളിലുള്ള സ്നേഹം അവിടെ തന്നെ കാണും. അതായത് ദേവമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ദേവച്ചൻ കാണും. ബിസിനസിൻ്റെ കാര്യത്തിൽ ചെറിയ തർക്കമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആ സ്നേഹമൊക്കെ അതുപോലെ തന്നെ പഴയതുപോലുണ്ട്. അതുകൊണ്ട് വെറുതെ നീ ആവശ്യമില്ലാത്ത കുരുക്കളൊന്നും വരുത്തി വെക്കരുത്. ഇതിനൊരിക്കലും ദേവച്ചൻ കൂട്ടിയിക്കത്തില്ല, അറിയാലോ? എന്റെ പൊന്നാക്കി, നീ ഇങ്ങനെ പാനിക് ആവുന്ന എന്തിനാ? അഗി, ഉടയോനറിയാതെ ബടനൊന്നും ചെയ്യില്ലല്ലോ. ഞാൻ പറഞ്ഞതിന്റെ പൊരുള് നിനക്ക് ഏകദേശം മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ശരി, ഞാൻ താഴെ അച്ഛൻ്റെ അടുത്ത് കാണും. പിന്നെ ആ കിസ്, അത് നീ അങ്ങ് മറന്നേക്ക്. 3ാമതൊരാള് അറിയരുത്, കേട്ടോ? ഇന്ദ്ര, ഇവനെന്താ പ്ലാൻ ചെയ്യുന്നേ? ഓരോ കുരുക്കായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് അരിച്ചടിച്ച് കഴിയുമ്പോൾ അവ അതിനെ 2 കെട്ടിട്ട് കൂട്ടി മുറുക്കാണല്ലോ. എങ്ങനെയെങ്കിലും 2 കുടുംബത്തിനെ ഒന്നിപ്പിക്കണമെന്ന് വിചാരിച്ചപ്പോ ആ ശവം പിടിച്ച അയാൾ ഇവിടെ. അയ്യോ, ഇവിടെ ആരൊക്കാത്തിരിക്കുക? ഭാര്യ വല്ലതും പാലും കൊണ്ട് വരാന്ന് പറഞ്ഞായിരുന്നോ? എടോ, തന്റെ തിരക്ക് തന്റെ റൂമിൽ ഞാൻ പോയി. താനിതിന് എന്റെ റൂമിൽ വന്നിരിക്കുന്നത്? എടോ, താൻ കാരണമാണ് എന്റെ ലൈഫ് ഇങ്ങനെ ആയത്. താനല്ലേടോ എന്നെയും കെട്ടിപ്പറക്കിയെടുത്തോണ്ട് അമ്മ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് പാട്ട കോളേജിൽ തന്റെ അനിയനുണ്ടെന്ന് പറഞ്ഞ എന്നെ അവിടെ കൊണ്ട് ചേർത്തേക്കുന്നു. അവിടത്തെ ടീച്ചർ തൊട്ട് കുട്ടികൾ പോലെ പൊന്നിപ്പൊളി സാധനങ്ങൾ. തനിക്കറിയോ, ന്യൂസിലൊക്കെ എന്റെ മുഖം എടുത്തെടുത്ത് കാണിക്കാണോ. ഇവിടെ വന്നപ്പോഴോ ആ പരട്ടതോ ആ റൂമിനകത്തിരിക്കുന്നു. ആരാടോ അവൻ ഇവിടത്തെ? നിന്നെ തിരക്കാൻ ഞാൻ നടന്നത്. അവനെ കയറി അങ്ങോട്ട് പോയി കിസ് ചെയ്തിട്ട് റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് ഇപ്പൊ അവന്റെ പേരിലെ കുറ്റം. അവനെ ഞാനായിട്ട് ചെറുതായിട്ടല്ല, വലുതായിട്ട് ബന്ധമുണ്ട്. രാവിലെ നീ ഇവിടുന്ന് കൊരങ്ങനെന്നും പറഞ്ഞോണ്ട് വിളിച്ചിട്ട് പോയല്ലോ, അതാ ആ മുതല്. അവന്റെ പേര് നീ ഏകദേശം കേട്ടാണോ? ആദം സക്കറിയ ജോൺ.
എൻ്റെ പേരെന്താന്ന് നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ, റാം സക്രിയ ജോൺ. അതായത് എൻ്റെ അനിയനെയാ രാവിലെ നീ കയറി ഉമ്മിച്ചത്. എന്നിട്ടിപ്പം പരാതി മുഴുവൻ അവൻ്റെ പേരിലും കോളേജിൻ്റെ പേരിലും. നിനക്ക് അങ്ങോട്ട് പോയി ഉമ്മിക്കാൻ ഒരു ഗുണം ഉണ്ടായിരുന്നില്ലല്ലോ. ഓ എൻ്റെ പൊന്നു റാമെ, അത് അങ്ങനെയല്ല, അവന്മാര് പ്രേരിപ്പിച്ചിട്ട. അപ്പൊ ഞാൻ നിങ്ങളുടെ അനിയനെയാണോ ഉമ്മ വെച്ച? ഞാനിനി അങ്ങേരെ മുഖത്തെങ്ങനെ നോക്കും? ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ എന്നെ പറയണം. എന്തായാലും നീ അവനെ നോക്കി പറ്റുള്ളൂ, കാരണം ഇവിടെ തന്നെ എല്ലാവരും ഉള്ളത്. നിന്നോട് ഞാൻ പറയാൻ വന്നതൊന്നുമല്ല. താഴെ ദേവസ്വം വന്നിട്ടുണ്ട്. എന്താ പറയാ, എങ്ങനെയാ പ്രതികരിക്കുക ഒന്നും അറിയത്തില്ല. എസ്പെഷ്യലി കമ്പനിയുടെ പേരിലാണ് ഈ ന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് ഒരു ബിസിനസ് മാൻ്റെയും ബിസിനസ് വുമൻ്റെയും മോനായ നിനക്ക് ഞാൻ പറഞ്ഞു തരണ്ട. അതുകൊണ്ട് പറയാ, വല്ലതും പറഞ്ഞ ഈ തിരുവാ തുറന്നൊന്നും പറഞ്ഞേക്കരുത്. വാ അടച്ചു നിന്നോണം, കേട്ടോ? നീ വാ, നിന്നെ വിളിക്കാനാ ഞാൻ വന്നത്. നമുക്ക് ഒരുമിച്ച് താഴോട്ട് പോവാം. കിച്ചു ഉറങ്ങിയായിരുന്നോ? ഉറങ്ങിയില്ല, റൂമിൽ ഇരിപ്പുണ്ട്. ഏതായാലും അവിടെ നിന്ന് വെളിയിലൊന്നും ഇറങ്ങത്തില്ല. നേരത്തെ എന്നെയോ നിന്നെയോ മറ്റോ തിരക്കാണെന്ന് തോന്നുന്നു. പുറത്തിറങ്ങി ഇന്ദിരയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം നിന്നോട് പറയാൻ തിരിച്ച്. അയാൾ എനിക്ക് ദഹിക്കാത്ത വല്ലതും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. പറഞ്ഞില്ലാന്ന് വേണ്ട. അയാളുടെ കളിയാ അമ്മ ഇപ്പം ജയിലിൽ കിടക്കുന്നത്. അതൊന്നും മറന്നിട്ടൊന്നും എനിക്ക് അയാളെ മുമ്പ് പോയി ചിരിച്ച് അഭിനയിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. എൻ്റെ പൊന്നുകാശി, നീ ചിരിച്ചും കളിച്ച് നിൽക്കണമെന്ന് ഞാനും പറയത്തില്ല. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഒന്നും ആരുമില്ല ഒരു ഹെൽപ്പിന് ചോദിക്കാൻ പോലും. സ്വത്തുക്കളെല്ലാം കിച്ചുവിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് 5 പൈസ എടുത്ത് കേസിന് ചിലവാക്കാൻ പറ്റത്തില്ല. ഉടമസ്ഥത മാത്രമേ അവൻ്റെ പേരിലുള്ളൂ. എന്നാലും ആ സ്വത്തുക്കളും ഇപ്പം ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ തന്നെ. അറിയാലോ, അത് നമുക്ക് ഉപയോഗിക്കാനുള്ള അനുമതി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതായത് കമ്പനി നോക്കി നടത്താനുള്ള അനുമതി മാത്രം. കേസ് തെളിഞ്ഞാൽ മാത്രമേ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടൊരു 10 പൈസയ്ക്ക് വേണമെങ്കിൽ ഇരക്കണം. അതിലൊന്നാമത് ഇരക്കേണ്ടി വരുന്നത് ഇവരോടൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് നീ ദൈവത്തെ ഓർത്ത് ഈ തിരുവാ തുറക്കരുത്. ദേവമ്മയുടെ നല്ലതിനെ ഞാൻ പറയുന്നത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാ. ഓ, ഞാനൊന്നും പറയത്തില്ല, പോരെ? അല്ല, പറയാതിരിക്കാൻ ശ്രമിക്കാം. ഇതെന്താടാ എല്ലാമാരും ഉണ്ടല്ലോ. നീ എന്നെയും പിടിച്ചിവിടെ ഇരുത്തിയിട്ടുണ്ടല്ലോ. അതേതായാലും എനിക്ക് ആദ്യം കുറച്ച് കാര്യം പറയാവോ? അച്ഛ പറയാം. അച്ഛൻ പറഞ്ഞു. ഒന്നാമത്തത് പറയാനുള്ള കാര്യം പറയാം. അത് കഴിഞ്ഞ് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കാം, അല്ലേ? കാര്യം പറയാം. ദേവു നീയായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ബിസിനസ് തലത്തിലും സ്വകാര്യമായിട്ടും. അവളെ ഇറങ്ങിപ്പോയതാണ് നിന്റെ പ്രശ്നത്തിന് കാരണമെങ്കിൽ അവളെ തന്തയായ ഞാൻ വരെ അവളോട് മിണ്ടി. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം. ശിവ ഇപ്പം നമ്മളോടില്ല, പിള്ളേരും അവളും മാത്രം. പക്ഷേ ഇപ്പം നടന്ന ഈ പ്രശ്നം നീയായിട്ട് ചെയ്തതാണെന്ന് ഞാൻ അറിയരുത്. അറിഞ്ഞ ദേവയ്ക്ക് ആനന്ദശങ്കർ എന്നൊരാളെ അറിയാലോ അല്ലേ? ദേവയുടെ അച്ഛൻ എന്നുള്ള ആളല്ലാതെ. അയാളെ ഓർത്ത് വച്ചേക്കണം. ഇതിന് മറുപടിയും നീ പറയണ്ട. നീ എൻ്റെ മോനായതുകൊണ്ട് നീയല്ല ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പുറത്തെന്താ ബഹളം? ഇതുവരെ ആനന്ദശങ്കറിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ മീഡിയ വന്ന് നിന്നിട്ടില്ല. പിള്ളേരോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി, പറയത്തില്ല. ഇനിയിപ്പോൾ എൻ്റെ മോനോട് എനിക്ക് ചോദിക്കാമല്ലോ അല്ലേ? പുറത്ത് ഇത്രയും പത്രക്കാർ വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താ? അതച്ച ഇന്ന് ദേവുവിൻ്റെ മോൻ കാശി കോളേജിൽ പോയ ദിവസമല്ലേ? ഫസ്റ്റ് ഡേ ആയിരുന്നല്ലോ. അവിടെ ചെറുക്കന്മാരെന്തോ പിടിച്ച് റാഗിങ് ചെയ്ത്. ഞാൻ അച്ഛന് വാർത്ത കാണിച്ചു തരാം. ന്യൂസ് ഇപ്പം പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അച്ഛാ, കമ്പനിയുടെ പേരിൽ ഇതെല്ലാം വന്നേക്കുന്നത്. എനിക്കെന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അച്ഛൻ ഈ ന്യൂസ് ഒന്ന് കണ്ടു നോക്കുക, അപ്പം മനസ്സിലാവും. അതുവേ ആ ടി വി ഇട്. നിന്റെ ഫോണിലൊന്നും എനിക്ക് കാണണ്ട. ടി വി ഇട്ടിട്ട് ന്യൂസ് ചാനൽ പോയി, ബിസിനസ് ന്യൂസ് പോയി. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടല്ലേ അവിടെ കാണിക്കും.
വയ്യടാ. കർത്താവേ, ചത്ത് ചത്ത് ചത്ത്. ആ മുത്തശ്ശ, വയ്ക്കാൻ പോണം. അയ്യോ, ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ വേണ്ട. നമസ്കാരം, ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പൂജ. ബ്രേക്കിംഗ് ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. ബിസിനസ് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പായ ഇൻട്ര ഗ്രൂപ്പ് ഓഫ് കമ്പനി പാർട്ട്ണർ സക്രിയ ജോണിന്റെ മകൻ ആദം സക്രിയ ജോൺ പരിസരം മറന്നുകൊണ്ട് ചുംബിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രൊഫസറായ ആദം സക്രിയ ജോൺ താനൊരു അധ്യാപകനാണെന്ന് പോലും നോക്കാതെയാണ് കോളേജിൽ വെച്ച് ഇങ്ങനെയൊരു പ്രകൃതി വിരുദ്ധമായ കാര്യം ചെയ്തത്, അതും ഒരു വിദ്യാർത്ഥിയോട്. ഇതിവരുടെ ബിസിനസിനെ സാരമായ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇതിനെപ്പറ്റി ഇതുവരെയും ആദമോ മറ്റാരും ഒരു വിധത്തിലും പ്രതികരിച്ചിട്ടില്ല. വിദ്യാർത്ഥി മാനസിക സംഘർഷത്താൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. എന്നിട്ട് എവിടെയാടാ ആ ആത്മഹത്യ നടക്കുന്നത്? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മുത്തശ്ശ, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാനിവിടെ വഴിയിൽ വെച്ച ഞാൻ എൻ്റെ കൂട്ടുകാരി പറഞ്ഞ കാര്യം അറിയുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ആകെ മീഡിയം പ്രസ്സും, ഞാൻ വീട്ടിൽ തന്നെ ഒളിച്ചാണ് കയറിയത്. എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആത്മഹത്യയുടെ നടക്കാന്നൊക്കെ പറഞ്ഞ് വെറുതെ എരി കൂട്ടി പറഞ്ഞേക്കുന്നതാ. അത് വിടറാവേ. തന്ത്രം മെനയാൻ പഠിച്ചവന് മാത്രമേ സൂത്രശാലനായ ബിസിനസ്സുകാരനാവാൻ പറ്റൂ. അല്ലേടാ മോനെ ദേവേ? എൻ്റെ മക്കളും 3 അതിന് മിടുക്കരാണ്. മോളും 2 ആൺമക്കളും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് ദേവയ്ക്ക് മനസ്സിലായല്ലോ അല്ലേ? ഒന്നും കാണാതെ എൻ്റെ മോൻ ഇങ്ങോട്ട് കയറി വരില്ല എന്ന് എനിക്കറിയാം. ഇതിനൊത്ത സൊല്യൂഷൻ നീ കണ്ടിട്ടുണ്ടെന്നും അറിയാം. എന്നാൽ അതെന്താ അങ്ങ് പിള്ളേരോട് പറഞ്ഞേക്ക്. ഞാനെന്നാ കിടക്കാൻ പോവാം. കഴിച്ചിട്ടൊക്കെ പോയി കിടക്കാൻ നോക്ക്. നീ ഇന്നങ്ങ് പോകുന്നുണ്ടോ ദേവാ? അച്ഛാ, ഞാൻ പോവും. അച്ഛാ, അഗിമോൻ ഇവിടെ കാണത്തില്ല. ഞാൻ പോകുമ്പോൾ അവനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ശരി എന്നാ. പിന്നെ പെണ്ണിനെ പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറക്കാൻ നോക്കൂ. അവളെ അധികകാലം അവിടെ കിടത്താൻ പറ്റൂല. അതും നിന്റെ ചോര തന്നെയാ, നിന്റെ അനിയത്തി. അത് മറക്കണ്ട. അച്ഛനൊക്കെ അല്ലേ? ഇപ്പോൾ എന്ത് ചെയ്യാനാ തീരുമാനം ഇക്കാര്യത്തിൽ? സമയത്രയായി, ഇതുവരെ ഒരു പ്രസ്സുകാർ പോലും ഒഴിഞ്ഞു പോയിട്ടില്ല. നമ്മളൊന്നും വാ തുറക്കാത്തോണ്ടാ ഉമ്മാരിങ്ങനെ തന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. എന്തെങ്കിലും പറയണ്ടേ അവരെ? അവരെ വാ അടപ്പിക്കണ്ടേ എന്തെങ്കിലും പറഞ്ഞ്? എന്തിനാ മോനെ? എനിക്ക് അവരെ വാ എന്തെങ്കിലും പറഞ്ഞ് അടപ്പിക്കണമെങ്കിൽ ഈ നിൽക്കുന്നവനുണ്ടല്ലോ ആദം, നിന്റെ ആദൂസും, ഇവൻ്റെ കയ്യിലിരിപ്പ് നല്ലതായിരിക്കണം. ആ ചെറുക്കനെ കുറ്റം മറ്റു കാര്യമില്ല. അവൻ്റെ പ്രായം അതാ. കോളേജിലുള്ളവർ കൊടുത്ത പണി അവൻ വെടുപ്പാറ്റി ചെയ്തു, അത്രേ ഉള്ളൂ. ചോരത്തിളപ്പിൻ്റെ പ്രായം. പക്ഷേ ഇവൻ ആ കോളേജിലുള്ള സ്റ്റുഡൻസിനെ മുഴുവൻ വെറുപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ആ പിള്ളേർ ഈ പണി എവന് കൊടുത്തത് അത് എവനുള്ള പണിയായിരുന്നില്ല. ഈ നിൽക്കുന്ന ആദം സക്രിയ ജോൺ എന്നുള്ള പണിയായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ വഴിയും ഞാൻ നോക്കി. ആ പിള്ളേരുടെ വീട്ടിൽ കോരി പിടിച്ച് ഞാൻ നിനക്കൊക്കെ വേണ്ടി. യവനോടുള്ള ദേഷ്യത്തിനെ കട്ടയ്ക്ക് നിൽക്കുക പറ്റുള്ളൂ. ഒറ്റ എണ്ണ ഇറങ്ങി വരത്തില്ല താഴോട്ട്. ദേവച്ചൻ, ഞാൻ എന്ത് ചെയ്തെന്നാ? ഒരു കോളേജ് പ്രൊഫസറാകുമ്പം ദേവച്ചൻ അറിയത്തില്ലേ? ഞാനിനി എടുത്തു പറഞ്ഞു തരണോ? എനിക്ക് ഒരു പ്രൊഫസറായിട്ട് അവരുടെ അടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പോയി പറഞ്ഞാൽ പോരെ ഇവനെ റാഗ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെന്നൊക്കെ? അത് ഞാനും ഇവനും കൂടെ മീഡിയന് മുമ്പ് പറഞ്ഞോളാം. അതോടെ പ്രശ്നം സോൾവ് ചെയ്യത്തില്ലേ?
ആ സോൾവ് ചെയ്യും ചെന്ന് പറ. അതിനു മുമ്പ് അവിടെ കഥ ഇറക്കി. അതമേ, നിന്റെ പേരിൽ വന്നതിനല്ല പ്രശ്നം. നീ അങ്ങനെയല്ലാന്നും എൻ്റെ അനിയത്തിയുടെ മോൻ അങ്ങനെയല്ലാന്നും നിങ്ങളുടെ സിറ്റുവേഷൻ അതായിരുന്നെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഇവിടെ നമ്മുടെ കമ്പനിയുടെ പേരാ പ്രശ്നം, ഇന്ദിര ഗ്രൂപ്പ്സ്. ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. സൊല്യൂഷൻ ഞാൻ പറയാം, പക്ഷെ നിങ്ങളത് കേൾക്കണം. നിങ്ങളുടെ മാരേജ്. അല്ലാണ്ട് അവന്മാർ വന്ന് പറയൂ, അല്ലാതെ നിങ്ങൾ അവിടെ പോയി റാഗിങ്ങാന്ന് പറഞ്ഞാലോ മീഡിയ വിശ്വസിക്കാൻ പോകുന്നില്ല. അമ്മാതിരി ട്രാപ്പും കുരുക്കുക. ഇതീ പിടിച്ച് ഫിദ എനിക്കെതിരെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എനിക്കെതിരെ എന്നല്ല, നമ്മുടെ കമ്പനിക്കെതിരെ. സോ ഞാൻ പറയുന്ന കേക്ക്. വാട്ട് ദ ഹെൽ ആർ യു ക്രേസി അങ്കിൾ? അങ്കിൾ എന്തൊക്കെയാ പറയുന്നത്? അങ്കിളിന് നല്ല ബോധമുണ്ടോ? മാരേജ് അല്ലേ, ഇതൊക്കെ ഇപ്പൊ ലോകത്ത് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാ. പിന്നെ ഒരു കിസ് അടിച്ചെന്നും പറഞ്ഞ് കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയയോട് ഞാൻ പറഞ്ഞോളാം, മാറും. കാശി, നീ ഒന്ന് അടങ്ങ്. എടാ, മീഡിയ ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ ദൈവമേ, ഇതൊക്കെ അറിഞ്ഞുണ്ടാവുന്ന പുകിലെന്താന്ന് നിനക്കറിയാലോ. മിണ്ടാ നിക്ക്, നീ നിക്ക്. ഒരു പറയട്ടെ, പറഞ്ഞു തീർന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ദേവച്ച, മാരേജ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ ദേവച്ച? അവൻ പറഞ്ഞതൊക്കെ, അവന് ഈ കമ്പനിയുടെയോ ഒന്നിൻ്റെയും വാല്യൂ അറിയത്തില്ല. അങ്ങനെയാ അവനെ ദൈവം വളർത്തിക്കുന്നത്. പക്ഷെ അതും നീ ഇത് പറയരുത്. നിനക്കറിയാം, ഇന്ദിര ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് വേണ്ടി ഞാനും നിന്റെ പപ്പയും ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അവസാനം എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ ജീവൻ പോലും ഈ കമ്പനിക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നു. അതെന്ന് പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല. കാരണം എന്താണെന്നറിയോ? അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ നിനക്കില്ലാത്തതുകൊണ്ട്. ശരിയാ, പിടിച്ചു പറിച്ചിട്ടുണ്ട്, മോട്ടിച്ചിട്ടുണ്ട്, ഡ്രഗ്സ് ബിസിനസ് വരെ ചെയ്തിട്ടുണ്ട്. എന്തിനു കൂട്ടിക്കൊടുത്തിട്ട് വരെ ഉണ്ട് ദേവ. എന്തിനാണെന്നറിയോ? അവന് വേണ്ടി, അവൻ തുടങ്ങി വെച്ച ഈ കമ്പനിക്ക് വേണ്ടി. അതൊന്നും പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്ക് നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. എൻ്റെ മക്കളെക്കാളും നിങ്ങളെക്കാളും എനിക്ക് വലുത്. ഇപ്പം അകത്തോട്ട് കയറി പോയില്ലേ എൻ്റെ അച്ഛൻ, ആ അച്ഛനെക്കാളും വലുതെനിക്ക് അവൻ തന്നെയാണ്. എൻ്റെ ഒറ്റ സുഹൃത്ത് സക്രിയ ജോൺ. എൻ്റെ മക്കളെക്കാളും നന്നായിട്ട് ഞാൻ നിന്നെയൊക്കെ സ്നേഹിച്ചെന്താന്നൊക്കെ നീയൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. കേട്ടോ, അവൻ്റെ രക്തമായതുകൊണ്ട് അല്ല, അവൻ്റെ മക്കളായതുകൊണ്ട്. ദോ ഈ നിൽക്കുന്നവരില്ലേ, എൻ്റെ പെങ്ങള് പോയപ്പോൾ അവളെ കൂടെ പോയതാ. അവളെ മതി എന്ന് പറഞ്ഞു നിന്റെ ചേട്ടൻ. അവനെ ഞാൻ ഇന്നേ വരെ വെറുത്തിട്ടില്ല. എന്താണെന്നറിയോ? സക്രിയുടെ രക്തമാ. അവൻ ആ ചെയ്തതിൽ എന്തെങ്കിലും നന്മ കാണുമെന്ന് എനിക്കറിയാം. മനസ്സിലാവില്ല. വാവ്, ഗുഡ്, വെൽ ഡൺ. നല്ല ഡ്രാമ അങ്കിൾ. ഇമോഷണലി ബ്ലാക്ക്മെയിലിംഗ്. സൂപ്പർ സൂപ്പർ. ഇതിനേക്കാളും പക്കയായിട്ട് ഇമോഷണലി ഒരാളെ തകർക്കാൻ അങ്കിളിനല്ലാതെ വേറെ ആർക്കും പറ്റത്തില്ല. യു പ്രൂവ് ഇറ്റ്. അത് നിങ്ങൾ തെളിയിച്ചു. നിനക്കത് തോന്നും, കാരണം നീ കഷ്ടപ്പാടെന്താന്ന് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട്. പക്ഷേ ഈ നിൽക്കുന്ന ഒരുത്തന്മാർക്കും അത് തോന്നത്തില്ല. അവന്മാർ കണ്ടറിഞ്ഞതാ എന്താ ഏതാന്നൊക്കെ. എനിക്കെൻ്റെ ഭാര്യയെ വരെ നഷ്ടപ്പെട്ടു. എൻ്റെ പിള്ളേർക്കൊരു അമ്മയെ വരെ ഇല്ലാതായി. അതെല്ലാം ഈ കമ്പനിക്ക് വേണ്ടിയാ. ദേവച്ച, അവരെതിർക്കുന്നതിന് ന്യായമുണ്ടല്ലോ. രണ്ടുപേർക്ക് ഇഷ്ടമല്ലാതെ ഇങ്ങനൊരു റിലേഷൻ, ഐ മീൻ മാരേജ് എന്തിനാ ദേവിച്ച വെറുതെ? പറയുന്നവർ പറഞ്ഞോട്ടെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കമ്പനിക്കൊന്നും പറ്റത്തില്ല. അത് നമുക്കറിയാമല്ലോ.
അഖിലെ, വേറെ ആര് പറഞ്ഞാലും ഞാൻ സഹിക്കും മോനെ, നീ പറയരുത്. 2 പാർട്ട്നേഴ്സാ കൈയൊഴിഞ്ഞു പോയത് ഈ ഒരൊറ്റ ന്യൂസ് കാരണം. 2 ഡീലും പോയി. ഇനി ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാ? 16 പാർട്ട്നേഴ്സ് ഉള്ളതിൽ ഇനി 14 ഉള്ളൂ. അവരും പോകുന്ന മട്ട. ഇനി നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇന്ദിരാ ഗ്രൂപ്പ്സ് ഇടിഞ്ഞങ്ങ് വീഴും ഒറ്റയടിക്ക്. ചെയ്തു കൂട്ടിയതൊക്കെ വെറുതെ ആവും. ദേവസ്വം ഞാൻ കാരണം ഒരു ഇഷ്യൂ വേണ്ട. ഫൈൻ, കല്യാണമല്ലേ, കല്യാണം ഞാൻ കഴിച്ചോളാം. വാട്ട് ദ ഫക്ക്? രാമേ, എന്നെ ഇമ്മാതിരി ചീപ്പ് പ്ലേക്കൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു തരവരോട്. ഞാൻ ഈ കോളം അറ്റൻഡ് ചെയ്തിട്ട് വരട്ടെ, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. സമ്മതാണ് പോലും. അച്ഛാ, നമുക്ക് അതിനൊക്കെ ആണെങ്കിൽ പിന്നെ അവൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ ഒരു ഒപ്പീനിയൻ്റെ ആവശ്യം പോലും ഇല്ല. നമുക്കിതങ്ങ് ചെയ്താൽ പോരെ. ഇനി അവൻ പറയുന്നത് കേട്ടോണ്ട് നിൽക്കണ്ട. ആ തിളപ്പ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അവൻ്റെ സമ്മതം വേണം. അവൻ്റെ സമ്മതം കിട്ടാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. റാം, എനിക്ക് നിൻ്റെ അടുത്ത് ദേഷ്യമുണ്ട് മോനെ, നീ എൻ്റെ അടുത്ത് നിന്ന് പോയതിന്. കാരണം നിൻ്റെ അമ്മച്ചി, നിൻ്റെ അപ്പൻ, ഇവർ രണ്ടുപേരും മരിക്കുന്നതിന് മുമ്പേ എൻ്റെ ഇന്നൊരു വാക്ക് വാങ്ങിച്ചിരുന്നു. 3 മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നു. എൻ്റെ അനിയത്തിലൂടെ നീ പോയത്. എൻ്റെ അടുത്ത് നിൽക്കുന്നേക്കാളും സുരക്ഷിതത്വവും അവൾ തരുമെന്ന് എനിക്കറിയാം. എന്നാലും എവിടേക്കോ ചെറിയ നിന്നെ നോക്കാൻ പറ്റാതെ പോയതിൻ്റെ ചെറിയൊരിത് ഉണ്ട്. അതിൻ്റെ ദേഷ്യവും കെറുവോ ഞാൻ കാണിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെയും നിൻ്റെയും ദേവുവിൻ്റെയും നമ്മുടെ ഫാമിലിയുടെയും നല്ലതിന്. എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആവാനായിട്ട്, എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക എങ്ങനെയെങ്കിലും. ദേവച്ച, ഞാനൊരു കാര്യം പറയാം. ദേവച്ചൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതെനിക്ക് മനസ്സിലാവും. ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കാണ്. പക്ഷേ ദേവച്ചൻ്റെ അടുത്ത് ഈ തീരുമാനം നല്ലതിനാണെങ്കിൽ ഞാൻ കൂടെ കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ നിന്ന് കോള് വന്ന് പോയതും മേളിലുള്ള വേറൊരെണ്ണോ നിങ്ങളാരും കാണാത്ത ഒരെണ്ണോ ഇവരൊന്നും ഇങ്ങനെയൊന്നുമല്ല. അത് മാത്രം ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും ഓർത്തു വെച്ചാൽ മതി. ബാക്കിയൊക്കെ അവർക്ക് നല്ലതിനാണെങ്കിൽ ഐ എം ഓൾവേസ് വിത്ത് യു. അതെ ദേവങ്ങൾ, ഐ എം റെഡി ഫോർ ദിസ് മാരേജ്. ആദമുമായിട്ടുള്ള ആദം ആയിട്ടുള്ള മാരേജിന് ഞാൻ റെഡിയാണ്. കാശി, എടാ നീ ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നേ? റാമേ, നീ പറഞ്ഞു കൊടുത്തേ അവനോട്. തമാശയല്ല, അവനിത് കോളേജിൽ ചെയ്തവരെ വാശിക്ക് ചെയ്യാൻ നിൽക്കുക. കാശിട, നീ ആലോചിച്ചിട്ട് മതി. അവരങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. നീ ചാടിക്കറി ഓക്കെ പറയണ്ട. നോ നോ നോ, ഞാൻ ഓക്കെയാ. ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ വിത്ത് ദിസ്. എനിക്ക് സമ്മതമാണ്. എന്നാന്ന് പറഞ്ഞാൽ മതി. എവിടെ വേണോ സൈൻ ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. ഞാൻ ഓക്കെ. ദേവച്ച, ഞാനൊരു കാര്യം ചോദിക്കുക. അതെന്താ കാശിനാഥ് അങ്ങനെ? നീ ഇവിടെ നിന്ന് പോകുന്നവരെ നിനക്ക് ഓക്കെ അല്ലായിരുന്നല്ലോ. ഒരു കോള് വന്നപ്പോഴത്തേക്കും നീ പെട്ടെന്ന് ഓക്കെ ആയോ? അതിന് മാത്രം ഓക്കെ ആവാൻ ആരാ വിളിച്ചേ? മേ ബി യു ആർ കറക്റ്റ്. ഇവിടെ നിന്ന് പോകുന്നവരെ ഞാൻ ഓക്കെ അല്ലായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ തോന്നി, ഇപ്പം എനിക്ക് ഇങ്ങനെ തോന്നുന്നു. ദാറ്റ്സ് ഇറ്റ്. പിന്നെ കോളിൽ ആരായിരുന്നു എന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ആൻഡ് ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഓക്കെ, ഏതായാലും കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയൊക്കെ വരുത്തി വെച്ചത് നീ തന്നെയാ, ഇപ്പം അഹങ്കരിക്കുന്നത് നീ തന്നെയാ. ഗുഡ്. അച്ഛാ, ഇങ്ങനെയൊക്കെ ചെയ്താലും മീഡിയയുടെ മീഡിയയുടെ കണ്ണടയ്ക്കാൻ വേണ്ടി നമ്മൾ പൊടിവാരി തട്ടുന്നതെന്നേ അവർ വിചാരിക്കത്തുള്ളൂ.
അതിന് തക്കതായ റീസൺ ഉണ്ട്. സിദ്ധുവേട്ടൻ ഇപ്പോഴും കെട്ടാൻ നിൽക്കുക, പിന്നെ ആദുവിൻ്റെ ഏട്ടനായ റാം ഇപ്പോഴും കെട്ടാൻ നിൽക്കുക. ഇവരുടെ കല്യാണം നടത്താതെ ഇവരുടെ കല്യാണം പെട്ടെന്ന് നടത്തിക്കഴിഞ്ഞാൽ മീഡിയ പറയാൻ പോകുന്ന ഒരേ ഒരു കാര്യം ഇതായിരിക്കും. ഈ പ്രശ്നത്തിൽ നിന്ന് പൊടിയും തട്ടി പോകാനായിട്ട് നമ്മൾ കളിക്കുന്ന ഒരു ഡ്രാമ, അങ്ങനെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഇതേക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യാ, യു ആർ കറക്റ്റ്. അങ്ങനെ തന്നെ പറയുന്നല്ല, അതേ പറയുള്ളൂ. സോ ഞാൻ രണ്ടാമതൊരു ഡിസിഷൻ കൂടെ എടുത്തിട്ടുണ്ട്. ഈ വരുന്ന വെനസ്ഡേ ആയിരിക്കും ഇവരുടെ കല്യാണം. വലിയ രീതിയിൽ തന്നെ നടത്തും, എല്ലാവരും അറിയിച്ചോണ്ട്. ഞാൻ ഏതായാലും നാളെ കൊൽക്കത്തയ്ക്ക് പോകുന്നുണ്ട് ദേവുവിനെ കാണാൻ, മാരേജിൻ്റെ കാര്യം പറയാൻ. അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ എനിക്ക് ചോദിക്കണം. പിന്നെ അവളെ ഇറക്കാനുള്ള കുറച്ച് ഫോർമാലിറ്റീസൊക്കെ സായി വക്കീൽ എന്നെ വിളിച്ചായിരുന്നു. റാം, നാളെ വൈകിട്ടല്ലേ നീ പോകുന്നേ? നമുക്ക് ഒരുമിച്ച് പോവാം. അവരോട് സംസാരിക്കണം. പിന്നെ ബുധനാഴ്ച കല്യാണം എന്ന് പറഞ്ഞത് ആദമിൻ്റെ മാത്രമായിരിക്കില്ല. ആദമിൻ്റെയും കഷിയുടെ മാത്രമായിരിക്കില്ല. റാമിൻ്റെയും സിദ്ധുവിൻ്റെയും ഇന്ദ്രയുടെയും 3 പേരുടെയും കല്യാണം അന്ന് തന്നെ ആയിരിക്കും. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഞാനൊട്ടും പ്രിപ്പയർഡ് അല്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു കല്യാണമൊന്നും എന്നെക്കൊണ്ട് പെട്ടെന്ന് പറ്റത്തില്ല. അതും വരുന്ന ബുധനാഴ്ച. അച്ഛൻ ഞാൻ ഓക്കെ അല്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല. വീണെടുത്ത് കിടന്ന ഊരുകളല്ലേ സിദ്ധു. നീ എൻ്റെ മോനായോണ്ട് പറയല്ല, നിനക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. ഒരു മനുഷ്യനൊരു പ്രണയം ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ തന്തയോടും തള്ളയോടെങ്കിലും തുറന്നു പറയാനുള്ള ധൈര്യം സാമാന്യം വേണം. ഇക്കാര്യത്തിൽ നീ എൻ്റെ മോനാന്നുള്ളതിന് എനിക്ക് അപമാനം തന്നെയാണ്. നിനക്ക് ഈ നിൽക്കുന്ന റാമിനെ എത്ര വർഷമായിട്ട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പറയത്തില്ലല്ലോ, നീ ഒട്ടും പറയേയില്ല, റാമിനൊട്ടും പറയാൻ സമ്മതിക്കുകയില്ല. ഇനി കുറേ നാൾ ഒളിച്ചും പാത്ത് പ്രേമിച്ച് നടന്നില്ലേ, ഹോട്ടൽ റൂമും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നാളത്തെ പോക്കൊന്ന് ക്യാൻസൽ ചെയ്തേക്ക്. പാരീസ് ഹോട്ടൽ അല്ലേ, പിടിച്ച് കെട്ടിച്ചു തരാൻ രണ്ടിനെ. എന്താന്ന് വെച്ചാൽ അയക്കോ. പിന്നെ ഇന്ദ്രയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആള് തന്നെ ആയിരിക്കും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നാളെ എനിക്കൂടി വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തോ, നമുക്ക് ഒരുമിച്ച് പോവാം. റാമിനോടാ. സിദ്ധുവിന് ഇതോ ആലോചിച്ച് കൂടുതൽ തലമുണ്ടാക്കണ്ട. നിന്റെ റാമിൻ്റെ കല്യാണം തന്നെ നടത്തുമെന്ന് പറഞ്ഞത്, എവരുടെ കല്യാണത്തിൻ്റെ കൂടെ. എന്നാ ഞാൻ ഇറങ്ങുക. അഖിലേ, നീ വാ, നമുക്ക് പോവാം. എനിക്ക് അഖിലിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വാ. വരിക. എടാ ഇന്ദ്ര, ഞാൻ ഇറങ്ങുവാണേ. ശരി ഇന്ദ്ര, ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ നേരത്തെ? പിന്നെ ഓർമ്മ ഉണ്ട്. അപ്പം ഞാനും തിരിച്ചൊന്ന് പറഞ്ഞായിരുന്നു, അത് നീ മറക്കണ്ട. ദേവച്ച, എന്തു പറ്റി? ഇവിടെ വന്നിട്ട് ഇപ്പം തന്നെ കുറേ നേരമായി. രാത്രി 11 മണിയായി. ഇനിയെങ്കിലും എന്താ കാര്യമെന്ന് പറ. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ദേവച്ച കുറച്ചെങ്കിലും ഓക്കെ ആവുമല്ലോ. എന്താ പറ്റിയേ? ഞാൻ എല്ലായിടത്തും തോക്കുവാക്കൂ. നീ കണ്ടില്ലേ, ഞാനാ ഇവിടുത്തെ വില്ലനെന്ന എല്ലാരെയും വിചാരം. അന്ന് ഇന്ദ്ര അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ. അവളെന്റെ ജീവനാ. ദേഷ്യമുണ്ട് സ്വന്തം ചേട്ടനെ തോപ്പിക്കാൻ നോക്കുന്നതിന് എന്നും പറഞ്ഞ് അവളെ ജയിലിൽ കയറ്റാൻ മാത്രം ദുഷ്ടനല്ലടാ ഞാൻ. ദേവച്ച, എന്തൊക്കെയാ ഈ പറയുന്നേ? അതെനിക്കറിയത്തില്ലേ ദേവച്ചന് ദൈവമേ എന്തുമാത്രം ഇഷ്ടാന്ന്. അത് വേറെ ആർക്കും അറിഞ്ഞൂടെങ്കിലും ദേവച്ച എന്നോട് പറയുന്നതാണല്ലോ. അതിനിപ്പോ എന്താ ഉണ്ടായേ? ഈ ന്യൂസിന്റെ പിറകില് ആസിമാണെന്നും പറഞ്ഞ് ഞാൻ അവനെ കാണാൻ പോയിരുന്നു. വീണ്ടും ഞാൻ അവിടെ തോറ്റു. അവനല്ല, അവൻ്റെ അനിയത്തിയാണ് ഫിദ. അവളുടെ മേൽനോട്ടത്തിലാണല്ലോ ചാനല്. ആ ചാനലിൽ നിന്നാ ആദ്യം വീഡിയോ ലീക്കായത്.
അവനെ ഞാൻ എവിടേക്കോ തെറ്റിദ്ധരിച്ചു എന്നൊരു തോന്നൽ. ആയിരിക്കില്ലല്ലോ അല്ലേ? എൻ്റെ മോൻ്റെ പ്രണയത്തില് എനിക്ക് തെറ്റുപറ്റിയതല്ലല്ലോ അല്ലേ മോനെ അഗി? എൻ്റെ പൊന്ന് ദേവച്ച, ഒന്നിക്കേണ്ടവരെ ഒന്നിക്കൂ. അതിനിപ്പോൾ ദേവച്ചൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞ് കളയാനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന പ്രണയം. ദേവച്ചന് ശരിയും തോന്നിയത് ദേവച്ചൻ പറഞ്ഞു. അവർക്ക് ഒന്നിക്കാൻ വിധിയില്ല, അവരൊന്നിച്ചില്ല, അത്രേ ഉള്ളൂ. അതിന് ദേവച്ചൻ എന്ത് തെറ്റിയിട്ടാ? ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ചിന്തിച്ചേ പറ്റൂ. എൻ്റെ അവസ്ഥ അതാ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എനിക്കൊരു കോള് വന്നു. അനോണിമസ് നമ്പറാ. ആരാന്നറിയില്ല. ഒരാണാ സംസാരിച്ചത്. ദേവിക ചെയ്യില്ല, രക്ഷപ്പെട്ടു. പക്ഷെ അവളുടെ മക്കള് എത്ര നാള് അവരെ പൊത്തിപ്പിടിക്കുന്ന ആ കോളിലുള്ള ആള് ചോദിച്ചത്. ഇതേ കോള് ദേവു ജയിലിലായ അതിൻ്റെ അന്നും വന്നായിരുന്നു രാവിലെ. എനിക്കറിയില്ല. ആ 3 പിള്ളേരെ എനിക്ക് സംരക്ഷിച്ചേ പറ്റുമെങ്കിൽ എങ്ങനെയും. അത് നിങ്ങളുടെ കൂടെ ആണെങ്കിൽ മാത്രമേ അവർ സേഫായിരിക്കൂ. ദേവച്ചൻ എന്താ പറഞ്ഞു വരുന്നേ? അപ്പോ ഇന്ദ്ര കാളിദാസ് കിച്ചുവിനോട് കാണിക്കുന്നതൊക്കെ ദേവച്ചന്റെ അറിവോടുകൂടിയാണോ? ഞാൻ പറഞ്ഞിട്ടാ. അങ്ങനെ കാണിക്കാൻ പറഞ്ഞതിൽ കിച്ചുവിന്റെ സുരക്ഷ മാത്രമല്ല എൻ്റെ ലക്ഷ്യം. ഇന്ദിരയുടെ മനസ്സിൽ നിന്ന് ആസിം പോണം എന്നേക്കുമായിട്ട്. ആസിയെ ഇനി അവ ഓർക്കാൻ പാടില്ല. ഇന്ന് ആസിയനോട് പറഞ്ഞെന്താണെന്നറിയോ നിനക്ക്? മരിച്ചാൽ പോലും ഇന്ദിരയ്ക്ക് ആസിയല്ലാതെ മറ്റൊരു പ്രണയം കാണത്തില്ല എന്ന്. അതെനിക്ക് തിരുത്തി കാണിക്കണം നീ. അങ്ങനെ അല്ല എന്ന്. കിച്ചു പാവോ. അവനെ എന്തുകൊണ്ടും ഇന്ദിര പൊന്നുപോലെ നോക്കും. ഇന്ദിരനെ മാറ്റാനും കിച്ചുവിന് മാത്രമേ പറ്റൂ. കിച്ചുവിന് മാത്രം. ദേവസ്വം വേറെ എന്തിനും ഞാൻ കൂട്ടിക്കാം, പക്ഷെ ഇത് വേണോ? ദേവസ്വം കിച്ചു ഒരു പാവമാ. ഇന്ദിരക്ക് ഇതൊന്നും അറിയില്ല. ദേവച്ചൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ദേവച്ചൻ എന്താ ഇന്ദിരയോട് പറഞ്ഞേക്കുന്നേ? അവനെ കല്യാണം കഴിക്കുന്ന കാര്യമല്ലേ? അതെന്തിനു വേണ്ടിയിട്ടെന്നാ പറഞ്ഞേക്കുന്നേ? എനിക്ക് മനസ്സിലായെങ്കിലേ നീ എന്താ ചോദിക്കുന്നേന്ന്. അതേ, സ്വത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവനോട് എന്ത് പറയണം? അവന്റെ മനസ്സിൽ നിന്ന് ആസിമിനെ കളയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ അവൻ കല്യാണത്തിന് സമ്മതിക്കൂ? ഇല്ലെങ്കിൽ വേണ്ട. പ്രണയിക്കാൻ സമ്മതിക്കൂ? ഇല്ലല്ലോ. ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും. പക്ഷെ ഇതവൻ കേൾക്കില്ല. ഇത് ഞാനെന്നല്ല, അവന്റെ മരിച്ചുപോയ അമ്മച്ചുമെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കില്ല. അവൻ അത്രയ്ക്ക് ഇഷ്ടവാസിവന്. ഇതല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല മോനെ. ദേവച്ച ആയിക്കോട്ടെ, ഞാനായിട്ട് ഇതിനൊരു ഒപ്പീനിയനോ ഞാനായിട്ട് ഇതിനൊരു എതിർപ്പോ നിൽക്കുന്നില്ല. പക്ഷെ 2 കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാൻ ഇന്നേ വരെ ഞാൻ നോക്കിയിട്ടുള്ളൂ. കിച്ചുവിന് എന്തെങ്കിലും പറ്റിയ ഇന്ദ്രയെ ഞാൻ ഇന്ദ്രയെ ഞാൻ നോക്കുന്നത് അഖിലെന്ന രീതിയിലോ അവന്റെ അഖി എന്ന രീതിയിലോ ആയിരിക്കില്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇല്ല മോനെ, അവനൊന്നും പറ്റത്തില്ല. അവൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കൈകള് അവനെ ഏൽപ്പിക്കാൻ പറ്റിയത് ഇന്ദ്രയുടേതാ. ഇനി നീ പറഞ്ഞ പോലെ എങ്ങാനും വല്ലതും പറ്റിയ നിനക്ക് അവനെ എന്തും ചെയ്യാം. ഇന്ദ്രയെ ഞാനവനെ എന്ത് ചെയ്യാനാ? ഞാനായിട്ട് അവനൊന്നും ചെയ്യില്ല. വിധി തന്നെ അവനെ വന്ന് ചെയ്തോളൂ. പിന്നെ പക്ഷെ അഖിലെന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ പിന്നെ ഉണ്ടാവില്ല. എന്തിനും ഏതിനും ഒരു പൊട്ടനെ പോലെ കൂടെ നിന്നിട്ടുണ്ട്. അവനോട് ദ്രോഹം കാണിച്ച
ആ ഒന്നും അറിയാത്തവനോട്. പിന്നെ ദേവച്ചൻ്റെ കൂടെ അഖിൽ കാണത്തില്ല, പോവും എല്ലാം കളഞ്ഞിട്ട്.